നമസ്കാരം. നമ്മളൊരു ഫൺ റൈഡിന് പോയതാണ് കേട്ടോ. പക്ഷെ അവസാനമാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പോയത് ഫൺ റൈഡ് ആയിരുന്നില്ല, ഒരു അഡ്വഞ്ചർ റൈഡ് ആയിരുന്നു. അതെ, സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? കിടിലൻ സ്ഥലമല്ലേ? അതെ, ഈ നടക്കുന്ന സാധനത്തിന്റെ അടിയിൽ ഒരു സർപ്രൈസ് ഉണ്ടായി ഞങ്ങൾക്ക്. അത് ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ട് താഴ്ത്തിറങ്ങി എപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഇത് കണ്ടോ, തേനീച്ചയുടെ കൂടുകളാണ്. അതായത് 1, 2, 3, 4 ഒന്നുമല്ല, ഒരു 10 കൂട്ടങ്ങൾക്ക് മേലെ ഉണ്ട്. അപ്പൊ ഞാനൊരു സേഫ്റ്റി ഓഫീസർ ആയത് കൊണ്ടാണോ എന്നറിയില്ല, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്കും കൂടി എത്തിക്കുന്നത്. കാരണം ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടല്ല നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടത്. ഇവിടെ ഇപ്പൊ ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു അപകടം ഉണ്ടായെന്ന് വിചാരിക്കും, ആ തേനീച്ചയുടെ കുത്തു കൊള്ളണം. അത് മാത്രമല്ല, നമുക്കൊന്ന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല. കാരണം ഈ ടവർ മൊത്തത്തിൽ സ്റ്റെപ്പ് ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ. വേറെ ഒരു എക്സിറ്റ് പോയിന്റ് ഒന്നുമില്ല. ഈ തേനീച്ചകളും കൂടി ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാല്, അതായത് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ പുറകെ വന്നാല് എന്തായിരിക്കും അവസ്ഥ? സ്റ്റെപ്പിൽ പുറകെ വന്നവർ നമ്മുടെ മേത്ത് വീഴുന്നവരുടെ മേത്ത് ചവിട്ടി അവർക്ക് പോകേണ്ട ഒരു അവസരം വരും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, ഇത് കാണുന്നവരെ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കുക. ഇതൊക്കെയായിരുന്നു കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ ഒന്നും പറയാനില്ല, വളരെ മനോഹരമായിരുന്നു. കൊച്ചി എന്താണ് അല്ലെങ്കിൽ എറണാകുളം എന്താണെന്നുള്ളത് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ നമുക്കറിയാം കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മളെ നേരെ ഇറങ്ങി ബീച്ചിലേക്കാണ് പോയത്. ലച്ചുവിനെ കുറച്ചു നേരം അവിടെ ബീച്ചിൽ മണ്ണിലൊക്കെ ഒന്ന് കളിപ്പിച്ചു. ചെന്ന പാട് തന്നെ കുറച്ച് മണ്ണെടുത്തിട്ട് അവളൊന്ന് നക്കി നോക്കിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മണ്ണിന്റെ അനുഗ്രഹം മേടിച്ചതാണോ, തൊട്ട് തൊഴണ പോലെയുള്ള ഒരു ഫീലായിരുന്നു. പിന്നെ അങ്ങോട്ട് കളി തുടങ്ങി. 2 പേരും മണ്ണിൽ കിടന്ന് മറിഞ്ഞു. അത്യാവശ്യം കുറെ സമയം നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ബീച്ചിൽ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. അതിനുമാത്രം ജനങ്ങളായിരുന്നു. ഫൺ റൈഡ് വന്നിട്ട് അതൊരു അഡ്വഞ്ചർ റൈഡ് ആയത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ഗൗരവവും അതിൻ്റെ ഒരു ഡെപ്തും. അപ്പോൾ ഇതൊരു പബ്ലിക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആവാതിരിക്കാനായിട്ട് നമ്മൾ അതിന് വേണ്ട മുൻകരുതൽ എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതിലിപ്പോൾ കുറേ കമൻറ്റുകൾ വരും, നിങ്ങൾക്കൊരു പരാതി കൊടുത്താൽ പോരെ, അത് സെറ്റ് ആവൂല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ പരാതിയൊക്കെ കൊടുത്താൽ സെറ്റ് ആവുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല കേട്ടോ ഈ ഒരു കാലത്ത്. ഇതിങ്ങനെ ഒരു വീഡിയോ ആക്കിയാൽ പോലും അത് സെറ്റ് ആവും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. എന്തായാലും മാക്സിമം ഇത് അധികാരികളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇത് എത്തേണ്ടവരിലേക്ക് എത്തുള്ളൂ കേട്ടോ. അതായത് നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റോ ഓരോ ഷെയറോ ആണ് ഒരു വീഡിയോയുടെ റീച്ച് എന്താണെന്നുള്ളത് അതിൻ്റെ അൽഗോരിതം തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്